IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി 7:30-നാണ് മത്സരം ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സപ്പായ പഞ്ചാബും പ്ലേ ഓഫിലെത്തിയ ഗുജറാത്തും തമ്മിലുള്ള മത്സരം 100% ആവേശകരമായിരിക്കും. ഇന്ത്യൻ ഏകദിന ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിനെ നയിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഏകദിന വൈസ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറാണ് പഞ്ചാബിനെ നയിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കുക തന്നെയാണ് പഞ്ചാബിന്റെ ലക്ഷ്യം. 2022-ലെ അരങ്ങേറ്റ സീസണിൽ കപ്പടിച്ച ശേഷം മറ്റൊരു ട്രോഫി ലക്ഷ്യം വെച്ചാണ് ഗില്ലും കൂട്ടരും വന്നിരിക്കുന്നത്. IPL-ൽ പരസ്പരം 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3 മത്സരത്തിൽ ഗുജറാത്തും 3 മത്സരത്തിൽ പഞ്ചാബും വിജയിച്ചിട്ടുണ്ട്. അവസാനം മത്സരിച്ച 3 മത്സരത്തിൽ 2-ലും വിജയിച്ചത് പഞ്ചാബാണ്. ഇന്നത്തെ മത്സരത്തോടുകൂടി ആര് ലീഡ് നേടുമെന്ന് കണ്ടറിയാം. ഇരു ടീമും ശക്തരിൽ ശക്തർ തന്നെയാണ്. ആരാധകർക്ക് മികച്ചൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. പഞ്ചാബ് കിങ്സിന് ഹോം ഗ്രൗണ്ടായ മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ റണ്ണൊഴുക്ക് കുറവുള്ള പിച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ശരാശരി ഒരു ഇന്നിംഗ്സിലെ സ്കോർ 160-180 ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ബൗളിംഗിന് പ്രാധാന്യം നൽകിയായിരിക്കും ഇരു ടീമും എത്തുന്നത്. കഴിഞ്ഞ സീസണിലെ പോലെ മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ഇത്തവണയും ഇരു ടീമും എത്തിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സ് ഇൻഡിവിജ്വൽ ഗെയിമിന് പകരം ടീമിന്റെ ഒത്തൊരുമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ 11-ലെ 11 പേരും തുല്യരും ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നവരുമാണ്. ഗുജറാത്തിനാണെങ്കിൽ മികച്ച ഇന്ത്യൻ യുവതാരങ്ങളും ജോസ് ബട്ട്ലറെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സും ഉണ്ട്. സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ എന്നിവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തന്നെയാണ് ടീമിന്റെ വജ്രായുധം. ബൗളിംഗിലാണെങ്കിൽ റാഷിദ് ഖാൻ, മുഹമ്മദ് സിറാജ്, കാഗിസോ റബാഡ എന്നിവരാണ് കുന്തമുന. പഞ്ചാബിന്റെ കാര്യത്തിൽ ശ്രേയസ് അയ്യർ, നിഹാൽ വധേര, പ്രഭ്സിമ്രാൻ സിംഗ്, ശശാങ്ക് സിംഗ് എന്നിവർ മികച്ച ബാറ്റ്സ്മാൻമാരും യുസ്വേന്ദ്ര ചഹൽ, അർഷ്ദീപ് സിംഗ്, മാർക്കോ യാൻസൺ പോലുള്ള മികച്ച ബൗളിംഗ് നിരയുമുണ്ട്. ടീമുകളുടെ ശക്തിയും പോരായ്മയും നോക്കുമ്പോൾ ഗുജറാത്തിന് മികച്ച മധ്യനിര ബാറ്റ്സ്മാൻമാർ ഇല്ല എന്നതാണ് പോരായ്മ. ടോപ്പ് ഓർഡർ ആണ് അവരുടെ നട്ടെല്ല്. പഞ്ചാബിനാണെങ്കിൽ സന്തുലിതമായ ടീമുണ്ടെങ്കിലും ടോപ്പ് ഓർഡർ ബാറ്റിംഗ് കുറച്ചുകൂടെ മികച്ചു നിൽക്കേണ്ടതുണ്ട്. ഇനി ടീമുകളുടെ സാധ്യത 11 നോക്കുകയാണെങ്കിൽ പഞ്ചാബിൽ പ്രിയൻ ഷാരിയ, പ്രഭ്സിമ്രൻ സിംഗ്, ശ്രേയസ് അയ്യർ എന്നിവർ ടോപ്പ് ഓർഡറിലും നിഹാൽ വധേര, മാർക്കസ് സ്റ്റോയിനിസ്, ശശാങ്ക് സിംഗ് എന്നിവർ മിഡിൽ ഓർഡറിലും ഓൾറൗണ്ടറായി മാർക്കോ യാൻസനും ബൗളിംഗിൽ സേവിയർ ബാട്ട്ലറ്റ്, യുസ്വേന്ദ്ര ചഹൽ, അർഷ്ദീപ് സിംഗ് എന്നിവരും ഉണ്ടാകും. ഇമ്പാക്ട് പ്ലെയറായി വിജയകുമാർ വൈശാഖ് തന്നെയായിരിക്കും വരാൻ സാധ്യത. ഗുജറാത്തിന് പ്ലേയിങ് എന്നിവർ നോക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവർ ടോപ്പ് ഓർഡറിലും ഷാരൂഖ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തെവാറ്റിയ എന്നിവർ മധ്യനിരയിലും ഓൾറൗണ്ടറായി ജെയ്സൺ ഹോൾഡറും ബൗളിംഗിൽ സായ് കിഷോർ, റാഷിദ് ഖാൻ, കാഗിസോ റബാഡ, സിറാജ് എന്നിവരും ഉണ്ടാകും. ഇമ്പാക്ട് പ്ലെയറായി പ്രസിദ്ധ് കൃഷ്ണ വരാനാണ് സാധ്യത കൂടുതൽ. വിജയസാധ്യത പരിശോധിക്കുമ്പോൾ സന്തുലിതമായ ടീം പഞ്ചാബ് തന്നെയാണ്. 100%-ൽ 60% പഞ്ചാബിനും 40% ഗുജറാത്തിനും നൽകുന്നതാണ് കുറച്ചുകൂടി മികച്ച വിശകലനം. ഇതുപോലത്തെ IPL വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക.